റായ്പൂരിലെ കുറേ ഓട്ടോറിക്ഷകളാണ്. ഞങ്ങളിപ്പോൾ റായ്പൂരിലാണ് നിൽക്കുന്നത്. അത്ര മാർക്കറ്റ് ഏരിയ സംഭവം കൂടുതലും ഇലക്ട്രിക് ഓട്ടോയാണ് ഇവിടെ ഉള്ളത്. കണ്ടില്ലേ, ഇതൊക്കെ ഇലക്ട്രിക്കാണ്. ചെറിയ ഓട്ടോറിക്ഷ, അതൊക്കെ ചെറിയ പാസഞ്ചറാണ്. ഓട്ടോറിക്ഷ കണ്ടില്ലേ, ഓട്ടോറിക്ഷ സ്റ്റൈലാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഓട്ടോറിക്ഷ. രാജസ്ഥാൻ ബിരിയാണി, രാജസ്ഥാൻകാരെ ഹോട്ടലെന്നാണ് പറയണത് ഇവിടെ. ഞങ്ങളിങ്ങനെ വെറുതെ ഈ സിറ്റിയിൽ ഇവിടെ നടക്കാറിങ്ങിയതാ. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ആപ്പിള്, പഴം, എന്താ ഇവിടുത്തെ പുട്ടാണോ, ജ്യൂസാടാ, ജ്യൂസ് ഇവിടെ മിലിറ്ററിക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ആ ഷൂവ്, കുറേ ഡ്രസ്സ് കളക്ഷനൊക്കെ ഇവിടെ ഉണ്ട്. സോക്സ്, പാൻറ്. ഈ നാട്ടിലങ്ങനെ ബസ്സൊന്നുമില്ല, ഫുള്ള് ഓട്ടോറിക്ഷകളാണ് കൂടുതലും. ബസ് കുറവാണ്. റായ്പൂരൊക്കെ മൊത്തം കളർ ഏരിയയാണ്. കൂടുതലും മിലിറ്ററിക്കാർ ഇവിടെ ഉണ്ട്. മിലിറ്ററി കോസ്റ്റ്യൂംസ് സമൃദ്ധിയാണ് ഇവിടെ. കൂടുതലും പാൻറ് ഇതൊക്കെ. നമ്മുടെ നാട് പോലെ തന്നെയാണ് ഇവിടെ ടൗണൊക്കെ കാണാൻ. തപ്പി പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏകദേശം സന്ധ്യയായിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്നാണ് പോകുന്നത്. എവിടേക്ക്? വാരണാസി. ഓട്ടോറിക്ഷ നോക്കിയേ, നല്ല തിരക്കുള്ള വൺവേ റോഡ് തന്നെ, വീണ്ടും കുഴിയൊന്നുമില്ല. പൈസ എടുക്കാനാവൂടാ, പൈസ എടുക്കാൻ ബാഗ് തുറക്കണം. ഞങ്ങൾ ഛത്തീസ്ഗഡിൽ നിന്നൊരു ഹോട്ടലിൽ കയറി. മുട്ട ബിരിയാണി പറഞ്ഞു. മുട്ട ബിരിയാണി ആട്ടത്. അവൻ ചിക്കൻ ബിരിയാണി പറഞ്ഞു. വലിയ കുഴപ്പമില്ല, നല്ല ഓയിലാണ് ഇതിൽ. കുഴപ്പമില്ല, കഴിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ഗണേശോത്സവമാണ് അവിടെ പോണത്. റായ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇതൊരു അമ്പലമാണ്, ഒരു ഹനുമാൻ കോവിലാണ്. അത് രസമുണ്ട് കാണാം. നേരെ കാണുന്നത് റായ്പൂർ റെയിൽവേ സ്റ്റേഷൻ. അതിന് ഭക്ഷണം കഴിക്കാനൊക്കെ ഒന്ന് ഇറങ്ങിയതാ. നമുക്ക് വാരണാസിക്കാണ് പോകേണ്ടത്. ഇവിടുന്ന് രാത്രി 10 മണിക്കാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് കറങ്ങി. ഇവിടുത്തെ ഓട്ടോറിക്ഷ ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഇവിടെ ബസ് കുറവാണ്, ഇങ്ങനത്തെ ഓട്ടോറിക്ഷയാണ് കൂടുതൽ. ചെറിയ യാത്രയ്ക്ക് 30 രൂപയാണ് ഇവർ പറയണത്. അതൊന്നും കുഴപ്പമില്ല. ഇവിടുത്തെ ക്ഷേത്രമാണ്, വലിയൊരു കോവിലാണ് ഹനുമാൻ കോവിൽ. ഇതിൻ്റെ തിരക്കാണ്. ഗണേശോത്സവം കൊണ്ട് പോയി. അപ്പോൾ ഞങ്ങളിത് സ്റ്റേഷനിൽ കയറാൻ പോവുകയാണ്. അമ്പലം എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇത് തിരക്കാണ്. ഒരു ടൗൺ ഏരിയ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ. ഏറ്റവും കൗതുകം ഈ ഓട്ടോറിക്ഷ തന്നെയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് 17:32, അതായത് 5:30 മണി. പിന്നെ ക്ലോക്ക് ഉണ്ടാവും ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ. ഇത്ര ക്ലോക്ക് ഉണ്ടാവും. അത് തിക്ക് നിരക്കുള്ളൊരു ഏരിയ ആണ്.